ഹലോ, ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ലുലുവിൽ പോവാണേ. ഇന്നൊരു സർപ്രൈസിങ് ഉണ്ട് ഗൈസ്. ആ വീഡിയോ ഞാൻ 4-ാം തീയതി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് 3 പേരും കൂടെ ലുലുവിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ലുലു എത്തി. നമ്മളിന്ന് ബസ്സിലാണ് ട്രാവൽ ചെയ്തത്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ലുലുവിൻ്റെ അകത്തെത്തി. വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ മിറർ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറി ട്രോളിയൊക്കെ ഉരുട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംഫർട്ട് പർച്ചേസ് ചെയ്ത് ഇന്നൊരു പർച്ചേസിങ് വ്ലോഗ് പോലെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാൻഡിലിൻ്റെ സൈഡിലോട്ടാണ് പോയത്. ഹാപ്പി ബർത്ത്ഡേ ടു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പ്ലേറ്റ്സും മലബാർ ബിരിയാണിയും ക്യാപ്പും 7-അപ്പും ഒക്കെ വാങ്ങിച്ചായിരുന്നു. ക്യാപ്പ് വെച്ചപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും എന്താണെന്ന്. എൻ്റെ ബർത്ത്ഡേ ആണ്. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടെ എന്നെ ലുലുവിൽ വിളിച്ചുകൊണ്ട് പോയതാണ്. ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി അത് പൊളിച്ച് ഭയങ്കര വൈബ് ദിവസമായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മൾ രണ്ടുപേരും സെയിം ഏജാണ്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പൊന്നു പോലെ കൊണ്ടു കിടക്കുന്നതാണ് നമ്മളെ ചേച്ചി. ഈ കേക്ക് ഉണ്ടല്ലേ, അടിപൊളി ടേസ്റ്റായിരുന്നു, ഒന്നും പറയില്ല. വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ഉണ്ടല്ലേ, അതിൻ്റെ ടേസ്റ്റായിരുന്നു. ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ വെറൈറ്റി ഫ്ലേവേഴ്സ് അവൈലബിൾ ആയിരുന്നു. പിസ്ത, സ്ട്രോബെറി അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്താ, ഗിഫ്റ്റ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റമായിരുന്നു തന്നത്, ചോക്കർ സെറ്റ്. ഞാൻ എപ്പോഴും മീഷോയിൽ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളാണ് ചോക്കറും ഡ്രസ്സും. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാണ്. ചോക്കർ സെറ്റ് ചേച്ചി തന്നു. ഒരു വള, ഒരു മാല, ഒരു കമ്മലുണ്ടായിരുന്നു. ഈ മാല ഇടാൻ ഇരുന്നു കൊടുത്തത് നല്ല രസമുണ്ടായിരുന്നു അല്ലേ കാണാൻ. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു. ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാല ഇടാനൊക്കെ ഇരുന്ന് കൊടുക്കൂലേ, ആ ലുക്ക്. പിന്നെ അവൾ ഗിഫ്റ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു വേഗം എന്താ എന്ന് പറയായിരുന്നു. അതും ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനമാണ്, ലിപ്സ്റ്റിക്ക്. നമ്മൾ ഗേൾസിന് ഒരു വികാരമാണ് ലിപ്സ്റ്റിക്ക്. ആ സാധനമാണ് എനിക്ക് അവൾ തന്നിട്ടുള്ളത്. 4 വെറൈറ്റി ഷെയ്ഡ്. അപ്പം തന്നെ ഞാൻ പിങ്ക് ഒരെണ്ണം ഇടുകയും ചെയ്ത്. കാരണം കൈ നല്ല ഷേക്ക് ആകുന്നുണ്ട് കേട്ടോ. വിറയിലുണ്ട് ശകലിട്ടിട്ട് അത് കറക്റ്റായി. ലിപ്സ്റ്റിക് കിട്ടി. താങ്ക് യു സോ മച്ച്. കാരണം ഡ്രസ്സിന് മാച്ച് ചോക്കർ, ലിപ്സ്റ്റിക്ക് എല്ലാം ഇട്ടപ്പോൾ ഞാൻ പിങ്കിഷ് ഗേളിനെ പോലെ ഉണ്ടായിരുന്നു. ഏറ്റവും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനമായിരുന്നു പിസ്സ. ഈ റിച്ച് ആൾക്കാരൊക്കെ കഴിക്കൂലേ, നൈഫൊക്കെ യൂസ് ചെയ്ത്, അതേപോലെ അരേ വാ എന്നൊക്കെ പറയണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മലബാർ ദം ബിരിയാണി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ കഴിക്കൂല, എനിക്കങ്ങനെ ഫുഡ് പ്രേമി അല്ല ഞാൻ. രണ്ടാൾക്കും തോനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കഴിച്ച്. ഞാൻ അങ്ങനെ കഴിക്കൂല. അത് കഴിഞ്ഞ് ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നു. ഓറിയോ വാനില ഐസ്ക്രീം സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പോയിരുന്നിട്ട് വാട്ട്സ് ഇൻ മൈ ബാഗ് ഉണ്ടല്ലോ, അത് ചെയ്ത്. ഇപ്പം ഹീറോയിനൊക്കെ നടന്നു വരുമ്പോൾ ഫോട്ടോസൊക്കെ എയർപോർട്ടിൽ നിന്ന് ചോദിക്കൂലേ, അതാണ് അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് സെലിബ്രേഷൻ ലുലു മോളിലായിരുന്നേ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെലിബ്രേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ലുലു എന്നൊക്കെ ഇറങ്ങി വെളിയിൽ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കണ കോലമാണ്. ബസ്സിലൊക്കെ കയറി അങ്ങനെ നമ്മൾ വീടെത്തി. ബൈ ബൈ.